നമസ്കാരം. വിജിലൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ ഒപ്പം ഉള്ളത് കേരളത്തിന്റെ മുൻ DGP ശ്രീ ജേക്കബ് തോമസ് IPS. സാർ നമസ്കാരം. നമ്മളെ എല്ലാ എപ്പിസോഡിലും പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടാണ്, അല്ലെ നികുതി വകുപ്പ്. എന്താണ് സംസ്ഥാന നികുതി വകുപ്പിന്റെ കർത്തവ്യങ്ങൾ? നികുതി വകുപ്പിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് നികുതി നമ്മുടെ അസംബ്ലിയിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലാത്ത സമയങ്ങളിലൊക്കെ ഫിനാൻസ് ബില്ലിൻ്റെ ഭാഗമായിട്ടൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കാര്യക്ഷമമായിട്ട് സർക്കാരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കുക. അപ്പോൾ അതാണ് പ്രധാന ഒരു കാര്യം. അതിൻ്റെ ഒരു വശമാണ് ഈ ഒരു നികുതി കൊടുക്കേണ്ടവരിൽ നിന്ന് തോതനുസരിച്ച് കണക്കനുസരിച്ച് എല്ലാവർക്കും തുല്യമായിട്ട് നികുതി പിരിച്ചെടുക്കുക. അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇപ്പോൾ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും പലപ്പോഴും അതിൻ്റെ 50% നികുതിയാണ്. ഇപ്പോൾ ഇന്ധനം, അതായത് പെട്രോൾ ഡീസലൊക്കെ ആണെങ്കിൽ ഏകദേശം 60% നികുതിയാണ്. ബാക്കി 40% മൂല്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു സോപ്പോ ചീപ്പോ ഒക്കെ കാറ് വാങ്ങിച്ചാലും ബൈക്ക് വാങ്ങിച്ചാലും ഒക്കെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് 50%, ബാക്കി 50% നികുതിയായിട്ട് പോകുന്നു. ഈ നികുതിയായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് നികുതി വകുപ്പ് ഈ ഞാനീ കൊടുക്കുന്ന 50% നികുതി ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും അത് വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കും. അത് എനിക്ക് തിരിച്ച് എന്നെ പോലെയുള്ളവർക്ക് പൊതുവായിട്ട് തിരിച്ചു കിട്ടും. നല്ല റോഡോ പാലോ ഒക്കെ ആയിട്ടും നല്ല ആശുപത്രി ആയിട്ടും ഒക്കെ തിരിച്ചു കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ മനുഷ്യർക്കുണ്ട്. അപ്പോൾ നികുതി വകുപ്പിൻ്റെ കർത്തവ്യം ദൗത്യം എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ മൂല്യം പകുതി നികുതിയായിട്ട് സർക്കാരിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൊടുക്കുന്ന മൂല്യം തിരിച്ച് ഒരു പൊതുസമൂഹത്തിന് എല്ലാവർക്കുമായിട്ട് തിരിച്ച് കിട്ടണം എന്നുള്ളൊരു കാര്യവും കൂടെ ഈ നികുതി വകുപ്പിൻ്റെ കർത്തവ്യത്തിൽപ്പെടുന്നതാണ്. എന്താണ് സംസ്ഥാന നികുതി വകുപ്പിന്റെ ഘടന? നികുതി വകുപ്പ് ഒരു വലിയൊരു വകുപ്പാണ്. 4000-ലധികം ഉദ്യോഗസ്ഥർ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ സെക്രട്ടറി, GST കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ, അങ്ങനെ. അതിനുശേഷം ഇതിനൊരു അസസ്മെൻറ്റ് സർക്കിൾ 220 അതിൽ അസസ്മെൻറ്റ് സർക്കിളുകളുണ്ട്. ഈ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡായിട്ട് തന്നെ ഏകദേശം 75ഓളം സ്ക്വാഡുകൾ ഇങ്ങനെ പല സ്ഥലത്തും കറങ്ങിടപ്പുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡുകൾ 16 ഉണ്ട്. പിന്നെ ഓഫീസുകൾ പലയിടത്ത് 420 അങ്ങനെ എന്തോ ഓഫീസുകളൊക്കെ ഈ നികുതി വകുപ്പിനായിട്ടുണ്ട്. അപ്പോൾ വളരെ ബൃഹത്തായ ഒരു ശൃംഖല ഉണ്ട്. പിന്നെ ഇതിന് ഇൻ്റലിജൻസ് ഇൻസ്പെക്ടർ, ഇൻ്റലിജൻസ് ഓഫീസർ, കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ, അങ്ങനെ പല തസ്തികകളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഇൻ്റലിജൻസ് ഇൻസ്പെക്ടർ, ഇൻ്റലിജൻസ് ഓഫീസറൊക്കെ ഞാൻ പ്രത്യേകം പറയാൻ കാര്യം, നികുതി എവിടെ നിന്നൊക്കെയാണ് കിട്ടേണ്ടത് അതിൻ്റെ തോതറിയാമല്ലോ. അത് നിയമനിർമ്മാണ സഭകൾ തീരുമാനിക്കുന്നതാണ് എത്രയാണ് നികുതി പിരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആരും വ്യക്തിപരമായിട്ട് തീരുമാനിക്കുന്നതല്ല. അപ്പോൾ ആ തീരുമാനങ്ങൾ അറിയാം. അപ്പോൾ എവിടെ നിന്ന് വരണം, ആരുടെ അടുത്ത് വരണം, നികുതി വെട്ടിപ്പ് ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഇവിടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനാണ് ഇൻ്റലിജൻസ് ഇൻസ്പെക്ടറും ഇൻ്റലിജൻസ് ഓഫീസേഴ്സും കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസേഴ്സും ഈ സ്ക്വാഡുകളും ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡുകളും എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളും ഒക്കെ ഈ നികുതി വകുപ്പിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ ഈ ഘടന എന്ന് പറയുന്നത് അതിനൊരു മന്ത്രിയുണ്ട്, നികുതി വകുപ്പ് മന്ത്രിയുണ്ട്. ആ മന്ത്രിയുടെ താഴെ സെക്രട്ടറി, GST കമ്മീഷണർ, അങ്ങനെ താഴേക്ക് പല പല ലെവലിലായിട്ട് ഇൻ്റലിജൻസ് ഉൾപ്പെടെ സ്ക്വാഡുകൾ ഉൾപ്പെടെ ഉള്ള ആണ് ഇതിൻ്റെ ഒരു ഘടന. ഏറ്റവും കൂടുതൽ നികുതിയുള്ള മേഖല ഏതാണ്? ഏറ്റവും കൂടുതൽ നികുതിയുള്ള മേഖല സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതൊക്കെ മദ്യത്തിനാണ് ഏറ്റവും കൂടുതൽ നികുതി എന്ന് നമ്മൾ പറയാറ്, അല്ലെങ്കിൽ കളിയാക്കാറുണ്ട്. കാരണം 50 രൂപ വിലയുള്ള മദ്യത്തിന് 500 രൂപയാണ് സർക്കാർ വാങ്ങിക്കുന്നത്. ബാക്കി 450 രൂപ സർക്കാർ നികുതിയായിട്ട് എടുക്കുന്നു. അല്ലെങ്കിൽ 100 രൂപ വിലയുള്ള മദ്യത്തിന് 1000 രൂപ അല്ലെങ്കിൽ 900 രൂപ വിലയിടുന്നു എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അതിൽ വാസ്തവമുണ്ട്. വളരെയധികം എക്സൈസ് ഡ്യൂട്ടി, ടാക്സ് അല്ലെങ്കിൽ നികുതി മദ്യത്തിന് ചുമത്തുന്നുണ്ട്. പക്ഷേ മദ്യം എല്ലാവരും വാങ്ങിക്കുന്ന ഒരു നിത്യോപയോഗ സാധനമൊന്നും അല്ലല്ലോ. അതൊരു കാര്യം. 2, മദ്യം വിഷമാണെന്ന് ഓരോ കുപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷം വാങ്ങി ആരെങ്കിലും കൂടുതൽ വില കൊടുത്ത് വിഷം വാങ്ങിച്ച് കുടിക്കുന്നതിന് അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. അവന് കുടിച്ചോട്ടെ, എഴുതി വെച്ചിട്ടുണ്ടല്ലോ മദ്യം വിഷമാണെന്നുള്ളത്. സാധാരണ എല്ലാ മനുഷ്യരുടെയും കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നികുതിയുള്ള മേഖല എന്ന് പറയുന്നത് റോഡിൽ കൂടിയുള്ള സഞ്ചാരമാണ്. റോഡിൽ കൂടിയുള്ള സഞ്ചാരം
ഏറ്റവും കൂടുതൽ നികുതിയുള്ള മേഖല എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മൾ റോഡിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മളൊരു വാഹനം ഓടിക്കാമെന്ന് കരുതിക്കോളൂ. വാഹനം ഓടിക്കുമ്പോഴത്തേക്കും സാധാരണ ഇപ്പോൾ കേരളത്തിൽ വരുന്നേ ഉള്ളൂ, നാഷണൽ ഹൈവേകളൊക്കെ ടോളൊക്കെ വെച്ചിട്ട്, ഇപ്പം കേരളത്തിൽ ടോള് പിരിക്കുന്ന റോഡുകൾ കുറവാണ്. പക്ഷേ ഈ ടോളുകൾ നാഷണൽ ഹൈവേ ടോൾ വെച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 40-60 കിലോമീറ്ററിനൊരു ടോൾ പിരിക്കുന്ന കേന്ദ്രം ഉണ്ടാവും. അപ്പോൾ ടോൾ കൊടുക്കണം. രണ്ടാമത് നമ്മളടിക്കുന്ന ഇന്ധനത്തിൻ്റെ ഏകദേശം ഒരു 60% അത് നികുതിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ സർചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു ടോട്ടൽ ചിലവുണ്ടാവുമല്ലോ. അത് ഇന്ധനം അടിച്ചു അല്ലെങ്കിൽ ഇതെല്ലാം കൊണ്ട് ഒരു 70% പൈസ ഈ സർക്കാരിന് നികുതിയായിട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആളുകൾ റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നികുതി വരുമാനം സർക്കാരിന് ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ റോഡിൽ കൂടെ എല്ലാവർക്കും, സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോയേ പറ്റൂ, റോഡിൽ കൂടെ യാത്ര ചെയ്യണം. പ്രായമായവർക്ക് ഏതെങ്കിലും ആശുപത്രി പോകണമെങ്കിൽ റോഡിൽ കൂടെ യാത്ര ചെയ്യണം. സ്ത്രീകൾക്ക് എവിടെയെങ്കിലും ജോലി സ്ഥലത്ത് പോകണമെങ്കിൽ യാത്ര ചെയ്യണം. എല്ലാവർക്കും യാത്ര ചെയ്യേണ്ട അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെ അടുത്തുനിന്ന് നികുതി പിരിക്കുന്ന, വലിയ കൂടി നികുതി പിരിക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൽ കൂടെയുള്ള സഞ്ചാരമാണ്. അപ്പോൾ അത് കാറായാലും ബൈക്കായാലും, ഇനി അത് ഓരോ ദിവസം സഞ്ചരിക്കുമ്പോൾ കൂടുതൽ കിലോമീറ്റർ സഞ്ചരിക്കും തോറും സർക്കാരിന് നികുതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കാര്യം. രണ്ടാമത് നമ്മളൊരു ബൈക്കോ കാറോ വാങ്ങിക്കുമ്പോഴത്തേനും അതിന് നികുതി കൊടുക്കുന്നില്ല. അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ 50% മൂല്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സർക്കാരിന് പോകുന്നുണ്ട്. ഇനി അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ റോഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു നികുതി, നമ്മൾ വലിയൊരു നികുതി അടയ്ക്കുന്നുണ്ട്. പിന്നെ പല സർചാർജുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പല നികുതികൾ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരാം. റോഡ് സേഫ്റ്റി ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ചാർജ് എന്നൊക്കെ വരാം. അപ്പോൾ റോഡിൽ കൂടെയുള്ള സഞ്ചാരമാണ് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന ഏറ്റവും നികുതിയുള്ള ഒരു കാര്യം. നികുതി വെട്ടിപ്പ് നടത്തി പിടിച്ചു എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇത് നികുതി വകുപ്പിന്റെ വീഴ്ചയല്ലേ? നികുതി വകുപ്പിൻ്റെ ഘടനയിൽ അല്ലെ അതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ മന്ത്രി തുടങ്ങി താഴെ ഇൻ്റലിജൻസ് ഇൻസ്പെക്ടർ, ഇൻ്റലിജൻസ് ഓഫീസർ വരെയുള്ള, അതുപോലെ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളും ഇൻവെസ്റ്റിഗേഷൻ സ്ക്വാഡുകളും ഒക്കെ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവരറിയാതെ ഒരു നികുതി വെട്ടിപ്പും കേരളത്തിൽ നടക്കത്തില്ല. അപ്പോൾ നമ്മൾ നികുതി വെട്ടിപ്പ് പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നികുതി വെട്ടിക്കാൻ വേണ്ടി ഇവർ കാവൽ നിന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വിസിൽ ബ്ലോവറോ അല്ലെങ്കിൽ ഒരു സത്യസന്ധതയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് അവരുടെ കാര്യം കൊണ്ട് അല്ലെങ്കിൽ വേറെ പരാതി ഉണ്ടായതുകൊണ്ട് പിന്നെ പോയി പിടിക്കേണ്ടി വരുന്നതാണ്. ഇപ്പം അടുത്ത കാലത്ത് തൃശ്ശൂർ ഹൈറിച്ച് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഏതോ ഒരു തട്ടിപ്പുകാരനെ പിടിച്ചപ്പോഴത്തേക്ക് 126 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നികുതി ഇനത്തിൽ വെട്ടിച്ചത്. അതുപോലെ പെരുമ്പാവൂർ നിന്ന് ഇടയ്ക്കിടയ്ക്ക് GST വെട്ടിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. കാസർഗോഡ് നിന്ന് നികുതി വെട്ടിച്ചെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് വല്ലപ്പോഴുമാണ് പിടിക്കുന്നത്. ഈ പിടിക്കുന്നത് എല്ലാവരെയും പിടിക്കുന്നു നമ്മൾ കണക്കാക്കരുത്. അപ്പോൾ നികുതി വെട്ടിപ്പ് വളരെ എന്താ പറയുക, ഗോപ്യമായിട്ട്, അല്ലെങ്കിൽ ഈ വെട്ടിപ്പുകളൊന്നും പരസ്യമായിട്ട് ഞാൻ വെട്ടിക്കുകയാണെന്ന് പറയത്തില്ലല്ലോ അതുകൊണ്ട് വെട്ടിപ്പ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്, നികുതി വെട്ടിപ്പ്. പക്ഷേ നമ്മളുടെ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഘടനയിലുള്ള എല്ലാവരും ഒന്നും അറിയാതെ ഒന്നുമല്ല ഈ നികുതി വെട്ടിപ്പ് നടക്കുന്ന ഏതൊക്കെ ടൈപ്പ് ബിസിനസ്സുകളാണ്, ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നടക്കുന്നതൊക്കെ ഈ നികുതി വകുപ്പിലുള്ളവർക്ക് അറിയാം. പക്ഷെ അവർ കണ്ണടയ്ക്കുകയാണ്. അതിൻ്റെ അർത്ഥം നികുതി വകുപ്പിൻ്റെ പരാജയം തന്നെയാണ്. എന്താണ് പ്രത്യക്ഷ നീതി ആൻഡ് പരോക്ഷ നീതി? സാധാരണ മനുഷ്യർ നികുതി 2 വിധത്തിൽ നൽകുന്നുണ്ട്. ഇപ്പം നമ്മുടെ കെട്ടിടത്തിന് ഈ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ പോയി കെട്ടിട നികുതി എന്ന് പറഞ്ഞ് അടയ്ക്കുമല്ലോ. എല്ലാ കെട്ടിടത്തിനും നികുതിയുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കൊണ്ടുപോയി അടയ്ക്കുന്ന, നമുക്ക് അതിനുള്ള റെസീറ്റ് ഇങ്ങോട്ട് തരും, ഇത്ര രൂപ അടച്ചു. അതുപോലെ നമ്മുടെ സ്ഥലത്തിന് ഒരു നികുതിയുണ്ട്, ചെറിയതായിരിക്കാം, പക്ഷേ സ്ഥലത്തിന് ഒരു നികുതി നമ്മൾ കൊടുക്കുന്നു. അതൊക്കെ പ്രത്യക്ഷ നികുതിയാണ്. ഇപ്പം ഒരു വണ്ടി വാങ്ങിക്കുമ്പോഴത്തേനും റോഡ് ടാക്സ് നമ്മൾ കൊടുക്കുന്നില്ലേ, അത് നമ്മൾ കൊടുക്കുകയാണ്, ഇത്ര രൂപ കൊടുക്കുന്നുള്ളൂ, നമുക്ക് അറിയാതെ കൊടുക്കുന്നു. അതേസമയം നമ്മളൊരു സോപ്പ് വാങ്ങിക്കുമ്പം നമ്മൾ സോപ്പിൻ്റെ MRP എന്ന് പറഞ്ഞ് അതിൻ്റെ പാക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ MRP കൊടുക്കുന്നു. നമുക്ക് അതിനകത്ത് നികുതി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ GST എന്നോ അല്ലെങ്കിൽ സർചാർജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബില്ലിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു മിക്സി വാങ്ങിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കാം. പക്ഷേ ഓരോ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൻ്റെ MRP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ MRPയുടെ ഉള്ളിൽ വേറെ നികുതിയുണ്ട്. അത് ആണ് പരോക്ഷ നികുതി എന്ന് പറയും.
ഇപ്പം ഞാനൊരു കാറ് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും കാറിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇതിന് 8 ലക്ഷം രൂപ ആണെന്ന് പറയും. ആ 8 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപയെ അതിൻ്റെ മൂല്യമുള്ളൂ, ബാക്കി 4 ലക്ഷം ഓൾറെഡി നികുതിയായിട്ട് കൊടുത്തു കഴിഞ്ഞു. അത് നമ്മളറിയുന്നില്ല. അപ്പോൾ അതാണ് പരോക്ഷ നികുതി എന്ന്. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ വീട്ടുകരവൊന്നും സ്ഥലത്തിൻ്റെ ഇതും അല്ലെ റോഡിൻ്റെ കരവൊന്നും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ്. അത് സാധനത്തിൻ്റെ വിലയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നത് നമ്മൾ അറിയാതെ കൊടുക്കുന്നതാണ്. പേസ്റ്റ് വാങ്ങിക്കുമ്പോഴും ഒരു കളിപ്പാട്ടം വാങ്ങിക്കുമ്പോഴും ഒക്കെ നമ്മൾ നികുതി അതിൻ്റെ കൂടെ പരോക്ഷമായിട്ട് നൽകുന്നുണ്ട്. നികുതി വർദ്ധിപ്പിച്ചിട്ട് എന്താണ് സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലാത്തത്? കണക്കനുസരിച്ച് അടുത്ത കാലത്ത് നമ്മുടെ ധനമന്ത്രി പറഞ്ഞു 2021-22 ഏകദേശം 47,600 കോടിയോ മറ്റോ അങ്ങനെ എത്രയാണ് നമ്മൾ നികുതിയായിട്ട് കിട്ടിയത്. അതതിൻ്റെ പിറ്റേ വർഷം, അതായത് 2022-23 ആയപ്പോഴത്തേക്കും അത് 72,000 കോടിയുടെ അടുത്ത് നികുതി പിരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 46,000-47,000 കോടിയിൽ നിന്ന് 72,000 കോടിയായിട്ട് നികുതി ഒറ്റ വർഷം കൊണ്ട് നികുതി സർക്കാരിന് കൂടുതൽ കിട്ടി. 23.5% മറ്റോ വർധനമാണ് നികുതിയിലുണ്ടായത്. അപ്പോൾ ഇത്രയും നികുതി സർക്കാർ കൂടുതൽ നമ്മളുടെ സാധാരണ മനുഷ്യരിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. എന്തിനു പണമില്ല? പാവപ്പെട്ട നെല്ല് കൃഷിക്കാരന് അവന് അധ്വാനിച്ച് 3-4 മാസവും പണിയെടുത്തിട്ട് കിട്ടുന്ന നെല്ലിൻ്റെ വില കൊടുക്കാൻ പൈസയില്ല. എന്നിട്ട് അവരോട് പറയുക നിങ്ങൾ ബാങ്കിൽ പോയിട്ട് കടമായിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തോളാൻ പറയുകയാണ്. അതുപോലെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 രൂപ മറ്റോ അത് കൊടുക്കാനില്ല. അപ്പോൾ ഈ നികുതി ഇത്രയും കൂടുതൽ പിരിച്ചിട്ടും ഈ സാധാരണ പാവപ്പെട്ട കൃഷിക്കാർക്ക് നെല്ലിൻ്റെ വില കൊടുക്കാനോ അല്ലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനോ അല്ലെ KSRTCയിലെ ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കാനോ അങ്ങനെ പല അതുപോലെ സ്കൂളിലെ ഉച്ചക്കഞ്ഞി സാധാരണ പാവപ്പെട്ട കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വിതരണത്തിന് പൈസ ഇല്ല എന്നൊക്കെ പറയുന്നത്, ഈ പണം പിന്നെ എവിടെ പോകുന്നു? ഈ നികുതി പിരിച്ച് കൂടുതൽ കിട്ടുന്ന പണമൊക്കെ മന്ത്രിമാരുടെ വസതികൾ മോടി പിടിപ്പിക്കാനും മന്ത്രിമാർക്ക് അമേരിക്ക ചികിത്സിക്കാൻ പോകാനും മന്ത്രിമാർക്ക് വലിയ കൂടിയ വിലയ്ക്ക് കണ്ണാടി വാങ്ങിക്കാനും അതിനൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടല്ലേ. സാധാരണ മനുഷ്യർക്ക് ഇത്രയും പണമില്ല എന്ന് ഇവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് രാജ്യഭരണ കാലത്തെയും ജനാധിപത്യ കാലത്തെയും തമ്മിലുള്ള നികുതിയിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? രാജഭരണകാലത്ത് നികുതി ഉണ്ടായിരുന്നു. അന്ന് നികുതി, ചുങ്കം, കരം എന്നൊക്കെ പറഞ്ഞ പല പല കാര്യങ്ങൾക്ക് നികുതികൾ രാജാവ് ചുമത്തിയിരുന്നു. രാജാവ് അന്ന് നികുതി പിരിച്ചിരുന്നത് രാജാവിനും രാജാവിൻ്റെ മകൾക്കും രാജാവിൻ്റെ ഭാര്യയ്ക്കും രാജാവിൻ്റെ മകനുമൊക്കെ സുഖമായിട്ട് ജീവിക്കുക, സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക, വളരെ ആർഭാടത്തിൽ ജീവിക്കുക, രാജാവിൻ്റെ കൊട്ടാരം അവിടെ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യുക, മോടി പിടിപ്പിക്കുക, എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുക. അതുപോലെ രാജാവിൻ്റെ സ്തുതി പാടുന്നവർക്ക് രാജാവിൻ്റെ ആശ്രിതർക്ക് അവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. കൂടുതൽ ആളുകളെ രാജാവിന് ആരെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പൈസ കൊടുക്കുക, നിയമിക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും രാജാവിൻ്റെ വൃന്ദത്തിലേക്ക്. അതുപോലെ രാജാവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറേ പണം ആവശ്യമുണ്ടല്ലോ. രാജാവിൻ്റെ സുരക്ഷ, രാജാവ് എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ രാജാവിന് വലിയ സുരക്ഷ വേണ്ടി വരും. അതുപോലെ രാജാവ് താമസിക്കുന്നിടത്ത് കൊട്ടാരത്തിന് ചുറ്റും വലിയ സുരക്ഷ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ സുരക്ഷയ്ക്ക് വേണ്ടി, രാജാവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രാജാവിൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജാവിൻ്റെ മകളുടെയും മകൻ്റെയും രാജാവിൻ്റെ ഭാര്യയുടെയും ആശ്രിതരുടെയും സ്തുതിപാഠകരുടെയും ഒക്കെ ക്ഷേമം, ഐശ്വര്യം, ആർഭാടം, ഇതിനു വേണ്ടിയിട്ടാണ് രാജഭരണകാലത്ത് ഈ നികുതി പണം പ്രധാനമായിട്ടും ചെലവഴിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ രാജാവിൻ്റെ മൊത്തത്തിലുള്ള ഒരു രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ആർമിയെ അല്ലെങ്കിൽ പോലീസിനെ നമ്മളന്ന് അങ്ങനെ പറയാൻ പറ്റും, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഭടന്മാരെ ചെലവും കൊടുത്ത് അവരെ സംരക്ഷിച്ച് നിർത്തുന്നു. അപ്പോൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ തുരത്തി ഓടിക്കുക. അപ്പോൾ അതിൽ കൂടി ജനങ്ങൾക്കൊരു സുരക്ഷിതത്വം കൊടുക്കുമെന്ന് നമുക്ക് ഇൻഡയറക്റ്റ്ലി വേണേൽ കണക്കാക്കാം. അതാണ് രാജഭരണകാലത്തെ ഒരു കാര്യം. പിന്നെ എന്തെങ്കിലും വലിയൊരു പട്ടിണിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും ചില നല്ല രാജാക്കന്മാർ ചിലപ്പോൾ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്തു തന്നിരിക്കാം. അത് വളരെ റെയറായിട്ട് നടക്കുന്ന കാര്യമാണ്. ഈ ജനങ്ങളുടെ കാര്യം അവർ തന്നെ നോക്കിക്കോണം എന്നുള്ളതാണ്. നികുതി മാത്രം ഇത് രാജാവിന് കൊടുക്കുക. ഇപ്പോൾ രാജാവിൻ്റെ മകൾക്കും ഭാര്യയ്ക്കും ഒക്കെ സുഖമായിട്ട് ജീവിക്കുക ആർഭാടത്തിന് വേണ്ടി. പക്ഷേ ജനാധിപത്യത്തിൽ ജനങ്ങൾ നികുതി കൊടുക്കുന്നത് ആ നികുതി ജനങ്ങൾക്ക് തന്നെ തിരിച്ച് നല്ല റോഡായിട്ടും നല്ല പാലമായിട്ടും നല്ല ആശുപത്രികൾ, നല്ല വിദ്യാഭ്യാസ, നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഷൻ കൊടുക്കുകയോ അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റേഷൻ കൊടുക്കുന്നില്ലേ, എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ അത് നല്ല പാർക്കുകൾ ഉണ്ടാക്കുക. അപ്പോൾ മനുഷ്യർക്ക് അവിടെ പോയിരുന്നിട്ട് നല്ലൊരു സന്തോഷം തോന്നാനുള്ള കാര്യങ്ങൾ.
അങ്ങനെ കുറേയധികം ഉല്ലാസത്തിന് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും സഞ്ചാരത്തിന് വേണ്ടിയിട്ടുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യത്തിൽ നികുതി ഉപയോഗിക്കുന്നത്. അല്ലാതെ മന്ത്രിയുടെ മന്ദിരം മോടി പിടിപ്പിക്കാനോ മന്ത്രിക്ക് കണ്ണാടി വാങ്ങിക്കാനോ മന്ത്രിക്ക് അമേരിക്ക ചികിത്സിക്കാൻ പോകാനോ വേണ്ടിയിട്ടല്ല ആക്ച്വലി ജനാധിപത്യത്തിൽ നികുതി നൽകുന്നതിൻ്റെ ഉദ്ദേശം. അത് ജനങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിനാണ് നമ്മൾ സോഷ്യലിസം എന്ന് പറയുന്നത്. ഞാൻ പണ്ട് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും ഈ നികുതി ഈ സോഷ്യലിസം എങ്ങനെയാണ് നടപ്പാക്കുന്നത് ഇന്ത്യയിൽ എന്നുള്ളതിൽ നികുതി പിരിച്ച് അത് എല്ലാവർക്കും കൂടി വീതം വെച്ച് ഉള്ളവൻ്റെ അടുത്ത് നിന്നാണ് നികുതി കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ അത് ഇൻകം ടാക്സ് ഒക്കെ അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നതിന് കൂടുതൽ പിടിച്ചിട്ട് അത് സാധാരണക്കാർക്ക് വിധിക്കുമ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നൊരു കാര്യം നടപ്പാവും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത് എല്ലാവർക്കും വേണ്ടിയാണ് ഈ പണം ചിലവാക്കേണ്ടത്. പക്ഷേ നമ്മളിതിപ്പോൾ കാണുന്നത് എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം നല്ലതാകുന്നുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസം സെനറ്റിൽ ആരെയാണ് നിയമിക്കുന്നത് നമുക്കറിയാവോ? സിൻഡിക്കേറ്റിൽ ആരെ നിയമിക്കുന്നത് നമുക്കറിയാവോ? അതുപോലെ വി സിമാർ ഏറ്റവും യോഗ്യതയുള്ളവരെയാണ് ഇവിടെ വി സിമാരായിട്ട് നിയമിക്കുന്നത്. നമ്മുടെ കോളേജുകളിൽ എപ്പോഴും അടിപിടിയും ബഹളമല്ലേ നമ്മുടെ മഹാരാജാസ് പോലുള്ള കോളേജ് നടക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ അവിടെ പോയി കഴിഞ്ഞാൽ പഠിത്തം നടക്കുമോ? അവർ കാണുന്നത് എന്താണ്? വയലൻസ് അല്ലേ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിലവാരമുള്ള സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണത്. അപ്പോൾ മര്യാദയ്ക്ക് വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ടുപോകാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. റോഡുകൾ എല്ലായിടത്തും നല്ലതാണോ? ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി ആക്ഷേപങ്ങൾ കേൾക്കാറില്ലേ? അതുപോലെ ആശുപത്രിയിൽ മരുന്നില്ല എന്ന് പറഞ്ഞ് മരുന്ന് വാങ്ങിക്കുന്നവർക്ക് പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഇവിടെ ബഹളം കേൾക്കുന്നു. മരുന്ന് കമ്പനികൾക്ക് പൈസ കൊടുത്തിട്ടില്ല. അതുപോലെ ആശുപത്രികൾക്ക് ഈ എന്താണ് നമ്മുടെ കാരുണ്യ ഈ ഫണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാത്തതുകൊണ്ട് ആശുപത്രികൾ കഷ്ടത്തിലാണ്. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ആവശ്യമുള്ള അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ജനാധിപത്യത്തിൽ ഈ നികുതി പണം ഉപയോഗിക്കേണ്ടതാണ്. അതാണ് ജനാധിപത്യത്തിലെ നികുതി പണത്തിൻ്റെ ഉപയോഗത്തിൻ്റെ ഒരു വ്യത്യാസം. പക്ഷേ രാജഭരണകാലത്ത് രാജാവിന് വേണ്ടിയിട്ടായിരുന്നു. ഇലക്ഷൻ സമയത്തല്ലാതെയും ഇലക്ഷൻ സമയങ്ങളിലും MLA-മാരും MP-മാരും പാലങ്ങളും പുതിയ റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത് നികുതി കൊടുക്കുന്നവരെ നോക്കുകുത്തിയാക്കുകയല്ലേ ശരിക്കും ചെയ്യുന്നത്? ഞാൻ ഒരിക്കലൊരു വാർഡ് മെമ്പർ ഒരു പഞ്ചായത്ത് ഇലക്ഷന് നിന്ന് പ്രസംഗിക്കുന്ന കേട്ടതാണ്. ഞാനിവിടെ പൈപ്പ് വെള്ളം കൊണ്ടുവന്നു, ഞാൻ ഈ റോഡിന് ടാറിട്ടു. അതായത് പുള്ളിയുടെ വീട്ടിൽ സ്ഥലം വിറ്റിട്ട് അല്ലെ റബ്ബർ വിറ്റിട്ട് പുള്ളി ഇവിടെ റോഡിന് ടാറിട്ടു. പുള്ളിയുടെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് പുള്ളി അവിടെ പൈപ്പ് വെള്ളം കൊണ്ടുവന്നു എന്നുള്ള മട്ടിലാണ് കേൾക്കുന്നവർക്ക് തോന്നുക. അതായത് ഞാൻ പൈപ്പ് ഇവിടെ കൊണ്ടുവന്നു, ഞാൻ റോഡിന് ടാറിട്ടു എന്ന് വാർഡ് മെമ്പർ പ്രസംഗിക്കുന്നു. ശരിയാണോ അത്? തീർച്ചയായിട്ടും അല്ലല്ലോ. ആ വാർഡ് മെമ്പർ പഞ്ചായത്തിന് കിട്ടിയ ഫണ്ടിൽ നിന്ന് അത് ഈ എല്ലാ വാർഡിലും പോയിട്ടുണ്ടാവും. അതുപോലെ റോഡിൻ്റെ ടാറിടിയിലോ അല്ലെ എല്ലായിടത്തും കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലശക്തി മിഷനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആയിട്ടൊക്കെ വന്നിട്ടുള്ളതായിരിക്കും. പക്ഷേ അത് വാർഡ് മെമ്പറുടെ ആണ് എന്ന് വാർഡ് മെമ്പർ പ്രസംഗിക്കുന്ന ഇലക്ഷന് വോട്ട് കിട്ടാൻ വേണ്ടി പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് ഈ നികുതി കൊടുക്കുന്നവനെ വെറും നോക്കൂത്തിയാക്കുകയല്ലേ. അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഈ വെയിറ്റിംഗ് ഷെഡ് MLA ഫണ്ടിൽ നിന്ന് പണിതത് അല്ലെ MP ഫണ്ടിൽ നിന്ന്. എത്രയോ സ്കൂളുകളൊക്കെ കെട്ടിടങ്ങളുടെ ഒക്കെ എഴുതിയിട്ടുണ്ട്. അവർ ഈ നികുതിദായകരുടെ പൈസ ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടും അവരുടെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ അവരുടെ PR വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ നികുതിദായകരുടെ പൈസ ഉപയോഗിച്ചിട്ട് പ്രസംഗിച്ച് നടക്കുന്നത് തീർച്ചയായിട്ടും നികുതി കൊടുക്കുന്നവരെ നോക്കൂത്തിയാക്കുകയാണ്. പിരിച്ച നികുതിയും സെസ്സും കാര്യക്ഷമമായിട്ടാണോ ഉപയോഗിക്കുന്നത്? പിരിച്ച നികുതിയും സെസ്സും കാര്യക്ഷമമായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെസ്സിൻ്റെ കാര്യത്തിൽ പ്രളയ സെസ് എന്ന് പറഞ്ഞിട്ട് ഈ 2018-19 പ്രളയത്തിൻ്റെ ശേഷം കേരളം മുഴുവൻ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞ് പ്രളയ സെസ് 1075 അല്ല 1100 കോടിയോളം രൂപ പ്രളയ സെസ് എന്ന് പറഞ്ഞ് പിരിച്ചു. എന്നിട്ട് അതിനുശേഷം ഇവിടെ ആ പ്രളയ സെസ് പിരിച്ചിട്ട് അതിൻ്റെ പുനരുദ്ധാരണം നടന്നോ? ഇനി ഒരിക്കലും പ്രളയം ഉണ്ടാവത്തില്ല എന്ന് ഉള്ള വിധത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോഴും ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ മഴ കഴിഞ്ഞാൽ അവിടെ പ്രളയം പോലാണ്. കോട്ടയത്ത് അടുത്ത കാലത്ത് ഉണ്ടായില്ലേ? അപ്പോൾ ഈ പ്രളയം വീണ്ടും പ്രളയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശികമായിട്ടാണെങ്കിലും വലുതോ ചെറുതോ ആയിട്ടുള്ള അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള പുനരുദ്ധാരണ നടപടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രളയ സെസ് ഉപയോഗിച്ചോ? തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ നടക്കത്തില്ലല്ലോ. അങ്ങനെ വീണ്ടും ഇപ്പം വെള്ളപ്പൊക്കം ഓരോ സ്ഥലത്തും ഉണ്ടാകേണ്ട കാര്യമില്ല. അതുപോലെ പിരിക്കുന്ന നികുതികൾ കാര്യക്ഷമമായിട്ട് അല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടത് ഇത് ഉപയോഗിക്കേണ്ടത് ജനങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. സർക്കാരിൻ്റെ ഒരു പ്രധാന കടമയാണല്ലോ. ജനങ്ങളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പോസ്കോ കേസുകൾ ഇത്ര ഉണ്ടാകുമോ? ഇവിടെ കുട്ടികൾ കൊന്നിട്ട് കെട്ടിത്തൂക്കുമോ? ഇവിടെ
അതുപോലെ എത്ര ബലാത്സംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ജസ്ന പോലെയുള്ള എത്രയോ പെൺകുട്ടികളെ ഇവിടെ കാണാതാവുന്നു. എന്നിട്ട് അവരെ മര്യാദയ്ക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ച് വീട്ടിലെത്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ കർത്തവ്യത്തിന് പോലും മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ നമ്മുടെ നികുതി പണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിന് പകരം ഇവിടുന്ന് ഈ എന്താ പറയുക, ഈ ഭരണത്തിലുള്ളവർക്ക്, റൂളിംഗ് എലീറ്റ് എന്ന് പറയും, അവർക്ക് അവരുടെ സൗകര്യങ്ങളും അവരുടെ സുരക്ഷയും അവരുടെ ക്ഷേമവും അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ നികുതി പണം പ്രയോറിറ്റി, അതിന് അതേസമയം പ്രയോറിറ്റി എവിടെയാണ് വരേണ്ടത്? സാധാരണ ജനങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റണം. അവർ റോഡ് 24 മണിക്കൂറും സ്ത്രീകൾക്ക് കുട്ടികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവണ്ടേ? അങ്ങനെ ഒരു സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നികുതി പണം ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന അതല്ല എന്നുള്ളതാണ് നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ദുരവസ്ഥ. നികുതി നൽകുന്നവർക്ക് സർക്കാർ എന്തൊക്കെ നൽകുന്നുണ്ട്? നികുതി നൽകുന്നവർക്ക് സർക്കാർ എന്തൊക്കെ നൽകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സൈഡ്, നൽകേണ്ട എന്തൊക്കെ നൽകുന്നില്ല എന്നുള്ളത് വേറൊരു സൈഡും ഉണ്ട്. അപ്പോൾ നൽകുന്നില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. നൽകേണ്ടതാണ്, അത്യാവശ്യം നൽകേണ്ടതാണ്, പക്ഷെ നൽകുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. കാരണം ഒരു സർക്കാരിൻ്റെ പരമപ്രധാനമായ കർത്തവ്യം എല്ലാ മനുഷ്യർക്കും സുരക്ഷിതത്വം നൽകുക. അത് സൈബർ സുരക്ഷ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം, സഞ്ചരിക്കുമ്പോഴുള്ള സുരക്ഷ, അതാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുപോലെ എനിക്കിഷ്ടമുള്ളൊരു ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം, ആ ജോലിക്കുള്ള സുരക്ഷിതത്വം. ഇപ്പോൾ ഇവിടെ ഒരാൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അയാളെ നശിപ്പിക്കാനുള്ള വിധത്തിലുള്ള പല പല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അയാൾക്ക് ജോലി ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യമാണോ? അല്ലല്ലോ. ഇവിടെ ചില ബിസിനസ് 10,000-10,000 പേർക്ക് ജോലി കൊടുക്കുന്നവർ പോലും ഇവിടുന്ന് രക്ഷയില്ലാഞ്ഞിട്ട് തെലങ്കാനയ്ക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അപ്പോൾ സാധാരണ ഈ നികുതിദായകർക്ക് കൊടുക്കേണ്ട ഒരു സുരക്ഷിതത്വം എന്ന് പറയുന്നത് സൈബർ സുരക്ഷ തുടങ്ങി ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള സുരക്ഷ, നമ്മളൊരു പാർക്കിൽ കൂടി പോകുമ്പോഴുള്ള സുരക്ഷ. അടുത്ത കാലത്ത് കൊച്ചി മറൈൻ ഡ്രൈവിൽ രാത്രി അതിൽ നടക്കാൻ പോകാൻ പാടില്ല, കാരണം അവിടെ വേറെ കഞ്ചാവുകാർ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നടക്കാൻ പോകേണ്ടവർക്കുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നുള്ളതല്ലേ നികുതിദായകർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയല്ലേ സർക്കാരിന് നികുതിയൊക്കെ കൊടുത്ത് സർക്കാരിനെ സെക്രട്ടേറിയറ്റിലും മന്ത്രിമാരുടെ വീടുകളിലും ഒക്കെ സുഖമായിട്ട് അവരെ താമസിച്ച് അവർക്ക് സുഖമായിട്ട് കേരളം ഒട്ടാകെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നികുതിദായകരുടെ പൈസ കൊണ്ടാണല്ലോ. അല്ലെ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ചുമ വന്നാൽ ഉടനെ അമേരിക്കയ്ക്ക് പോകാനൊക്കെ അവർക്ക് പറ്റുന്ന നികുതിദായകർ ആ പൈസ മുടക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് കമ്പ്യൂട്ടർ നന്നായിട്ട് കാണണമെങ്കിൽ എന്താ വലിയ വലിയ പൈസയുടെ കണ്ണാടി വാങ്ങിച്ച് നികുതിദായകർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചികിത്സ, മരുന്ന് ഒക്കെ അവിടെ നിന്ന് കിട്ടണം. അത് കിട്ടുമോ? ഇല്ലല്ലോ. ഒന്നാമത്തെ കാര്യം സുരക്ഷിതത്വം. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നം, അതാണ്. ഇനി എൻ്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ ആ നിലവാരമുള്ള വിദ്യാഭ്യാസം അവിടെ കിട്ടുമോ? ഇപ്പം ഇല്ല. ഇനി എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് ഒരു തീപിടുത്തം എവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീ കെടുത്താനുള്ള സംവിധാനം ഉണ്ടോ? ഇനി ഞാൻ താമസിക്കുന്നിടത്ത് വേസ്റ്റ് കത്തിച്ച് വിഷവാതകം എനിക്ക് ശ്വസിക്കേണ്ടി വരത്തില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുമോ? കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ചിലോ മറ്റോ ഈ ബ്രഹ്മപുരത്ത് 12-13 ദിവസമാണ് വേസ്റ്റ് കത്തിയത്. അവിടെയുള്ള നാട്ടിലുള്ളവരൊക്കെ ഈ നാട് വിട്ട് ബാക്കിയുള്ള ജില്ലകളിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി. എത്ര പേരെ പുക ശ്വസിക്കേണ്ടി വന്നത്? അപ്പോൾ നികുതിദായകരുടെ പൈസ വാങ്ങിച്ചിട്ട് നമ്മുടെ സർക്കാർ നികുതിദായകർക്ക് തിരിച്ച് എന്ത് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പരപ്രധാനമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ. നികുതി ഇളവ് നൽകി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതല്ലേ? തീർച്ചയായിട്ടും. ഓരോ ബജറ്റിലും നികുതി ചിലതിനൊക്കെ കൂട്ടി, ചിലതിനൊക്കെ നികുതി വേണ്ടെന്ന് വെച്ചു, ചിലതിന് നികുതി ഇളവ് എന്നൊക്കെ ബജറ്റുകളിൽ പ്രഖ്യാപിക്കുന്നതിൻ്റെയൊക്കെ ഉദ്ദേശം സാമ്പത്തിക ഉത്തേജനം നൽകുക എന്നുള്ളത്, ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുക എന്നുള്ളത്, അതുപോലെ പുതിയ സ്റ്റാർട്ടപ്പുകൾക്കും പുതിയ വ്യവസായങ്ങൾക്കും ഒക്കെ ഒരു മോട്ടിവേഷൻ, ഉത്തേജനം നൽകുക എന്നുള്ളത്. പിന്നെ സർക്കാരിൻ്റെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് പൈസ വേണമല്ലോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന്, അത് നടപ്പാക്കുന്നതിന് ആ ഒരു കാലഘട്ടത്തിൽ നികുതി ഇളവ്, ടാക്സ് എക്സംപ്ഷൻ എന്ന് പറയും, ടാക്സ് എക്സംപ്ഷൻ നൽകുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യത്തിന്, ആരോഗ്യമനസ്സീനോ സാമ്പത്തിക ആരോഗ്യത്തിന്, പരിസ്ഥിതി ആരോഗ്യത്തിന് ഒക്കെ ആവശ്യമായ കാര്യമാണ് ടാക്സ് എക്സംപ്ഷൻ പല കാര്യങ്ങളും നൽകുക എന്നുള്ളത്. അത് വളരെ ക്രിയേറ്റീവായിട്ട്, ഇന്നവേറ്റീവായിട്ട്
ഓരോ വർഷവും ബജറ്റിൽ അതിനെപ്പറ്റി ചിന്തിച്ച് ടാക്സ് എക്സംപ്ഷൻ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം കൂടുതൽ മെച്ചപ്പെടും. കിട്ടേണ്ട നികുതി പിരിക്കുന്നില്ല എന്ന് വാർത്ത വരാറുണ്ട്. എന്തുകൊണ്ടാണ് കിട്ടേണ്ട നികുതി സർക്കാർ പിരിക്കാത്തത്? അടുത്തിടെ ഒരു വാർത്ത കണ്ടിരുന്നു. 1092 കോടിയോളം രൂപ നികുതി പിരിച്ചു കിട്ടാനുണ്ട്. അത് ഏറ്റവും അധികം നികുതി പിരിച്ചു കിട്ടാനുള്ളത് എറണാകുളം ജില്ലയാണ്, 460 കോടിയോളം രൂപ. അപ്പോൾ ഈ നികുതി കിട്ടാനുള്ളത് പിരിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ആ നികുതി പിരിക്കുന്ന സംവിധാനത്തിൻ്റെ ഒരു വൈകല്യമോ കഴിവുകേടോ പിടിപ്പുകേടോ ഒക്കെ ആയിരിക്കാം. ഒരു കാര്യം, ഇപ്പോൾ നികുതിയൊക്കെ എല്ലാം ഓൺലൈൻ വഴി പിരിക്കാനുള്ള ഒരു IT സംവിധാനത്തിൽ മോഡേണായി നമ്മളതൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. K-സ്മാർട്ട് വഴിയാണ് നികുതികളൊക്കെ പിരിക്കുന്നത്. അപ്പോൾ K-സ്മാർട്ട് എന്ന പോർട്ടലിൽ കൂടി നികുതി എല്ലായിടത്തും ആയിട്ടില്ല. പഞ്ചായത്തുകളിലൊക്കെ ഇപ്പോഴും പഴയ പോർട്ടലാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട മണിയാണ്. അപ്പോൾ നമ്മളുടെ നികുതി പിരിച്ചെടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ടാണ് പലപ്പോഴും നികുതി കിട്ടേണ്ട സമയത്ത് സർക്കാരിന് കിട്ടേണ്ട സമയത്ത് ഈ 1000-ലധികം കോടി കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ നെല്ല് കൃഷിക്കാർക്ക് പൈസ കൊടുത്തുകൂടായിരുന്നോ? അപ്പോൾ ഈ നികുതി പിരിക്കുന്നതിലെ അനാസ്ഥ, കഴിവുകേട്, അല്ലെങ്കിൽ അതിലുള്ള ഒരു അലംഭാവം കൊണ്ട് ഈ സാധാരണ സാമൂഹ്യ പെൻഷൻ കൊടുക്കേണ്ടവർക്ക് ഇപ്പോൾ ഏതോ ഒരു അടിമാലിയിലെ ഒരു സ്ത്രീ ചട്ടിയുമായിട്ട് നടന്നില്ലേ, എനിക്ക് പെൻഷൻ കിട്ടിയിട്ടായിരുന്നു. ചെറിയ എമൗണ്ടുകൾ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു നികുതി സമയത്ത് പിരിച്ചിരുന്നെങ്കിൽ. അപ്പോൾ അതൊക്കെ സർക്കാരിൻ്റെ വലിയ വീഴ്ചകളാണ്. ഒരുപാട് നന്ദിയുണ്ട് സാർ. നമുക്കിന്ന് നികുതി വകുപ്പിനെ പറ്റി ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. മറ്റൊരു എപ്പിസോഡായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.